സ്നേഹിച്ച വ്യക്തിയെ, ഇഷ്ടപ്പെട്ട വ്യക്തി, സൗഹൃദം കാണിച്ച വ്യക്തി ഞാൻ കൊടുക്കുന്നതിൻ്റെ പകുതി പോലും എനിക്ക് തിരിച്ചു തരുന്നില്ല എന്ന് നമ്മളിങ്ങനെ പരാതിപ്പെടും. ആരോട്? നമ്മൾ ആ സൗഹൃദം പങ്കുവെച്ച വ്യക്തിയും, സ്നേഹം പങ്കുവെച്ച വ്യക്തി, ഇഷ്ടം പങ്കുവെച്ച വ്യക്തി, നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പരാതികളും പരിഭവങ്ങളും പറഞ്ഞ വ്യക്തി. ആ വ്യക്തി ഇന്നെന്നെ കേൾക്കുന്നില്ല, ഇന്ന് എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നില്ല, എനിക്ക് വേണ്ടി സമയം ചിലവഴിക്കുന്നില്ല, ഞാൻ കൊടുത്ത സ്നേഹത്തിൻ്റെ പകുതിയെങ്കിലും എനിക്ക് തിരിച്ചു തരുന്നില്ല എന്ന് നമ്മളിങ്ങനെ പരാതിപ്പെടും. ഇങ്ങനെ പരാതിപ്പെടാനുള്ള ഒരു അവസ്ഥ സൃഷ്ടിച്ചെടുത്തത് ആരാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതൊരിക്കലും നമ്മൾ ഈ സൗഹൃദം പങ്കിട്ട, ഇഷ്ടം പങ്കിട്ട, സ്നേഹം പങ്കിട്ട വ്യക്തിയല്ല സൃഷ്ടിച്ചെടുത്തത്. നമ്മളെ സ്നേഹിക്കുന്നവരേക്കാൾ പ്രാധാന്യം നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തിക്ക് നമ്മൾ കൊടുക്കുന്നത് കൊണ്ടാണ്. ഈ വ്യക്തിയല്ലാതെ നമുക്ക് ചുറ്റും നമ്മളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്ന ഒരുപാട് ബന്ധങ്ങളുണ്ടാവാം, നമ്മുടെ സൗഹൃദങ്ങളുണ്ടാവാം. പക്ഷേ അതിനേക്കാളൊക്കെ വലുതെന്ന് കരുതി നമ്മുടെ ബന്ധങ്ങളും സൗഹൃദങ്ങളും ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ആഗ്രഹങ്ങളും എന്തിന് ലക്ഷ്യങ്ങൾ പോലും ആ ഒരു വ്യക്തിയാണ് എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും കേന്ദ്രീകരിച്ച് ആ വ്യക്തിയിൽ തന്നെ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഇന്ന് ഇങ്ങനെ പരാതിപ്പെടേണ്ടി വരുന്നത്. ആ വ്യക്തി ഒന്ന് ചിരിക്കുമ്പോൾ മാത്രമേ നമുക്ക് സന്തോഷമുള്ള ഒരു ലോകം സൃഷ്ടിക്കാൻ സാധിക്കുകയുള്ളൂ. ആ വ്യക്തി ഒന്ന് കരയുമ്പോൾ നമ്മുടെ ലോകവും വളരെ നിരാശാകരമായി തീരുന്നു. ആ വ്യക്തി ഒന്ന് ദേഷ്യപ്പെടുമ്പോൾ നമുക്കും ചുറ്റുമുള്ളതിൽ ഒന്നും സന്തോഷം കണ്ടെത്താനോ നമുക്കൊന്ന് പുഞ്ചിരിക്കാനോ സാധിക്കാതെ പോകുന്നത്. ഇതിനെല്ലാം കാരണം നമ്മൾ തന്നെയാണ്. നമ്മുടെ വികാരങ്ങളെല്ലാം, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, നമ്മുടെ സന്തോഷങ്ങളും സങ്കടങ്ങളുമെല്ലാം ഒരു വ്യക്തിയിൽ തന്നെ നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ടാണ്. ചില സാഹചര്യങ്ങൾ കൊണ്ട് ആ വ്യക്തിക്ക് നമ്മളോട് സംസാരിക്കാനോ ഇടപഴകാനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തിരക്കുകൾ കൊണ്ട്, ആ വ്യക്തിയുടെ തിരക്കുകൾ കൊണ്ട് നമ്മളോട് അങ്ങനെ പെരുമാറേണ്ടി വരുമ്പോൾ തീർത്തും നമ്മൾ വളരെ നിരാശരായിപ്പോയി. ഒരു കാരണവശാലും നമ്മുടെ ലക്ഷ്യങ്ങൾ മറന്നുകൊണ്ടോ നമ്മുടെ സ്വപ്നങ്ങളെ ഉപേക്ഷിച്ചുകൊണ്ടോ നമ്മുടെ ബന്ധങ്ങളെയും നമുക്ക് ചുറ്റുമുള്ളവരുടെയും ഇഷ്ടങ്ങളെയും സ്നേഹങ്ങളെയും താല്പര്യങ്ങളെയും മറികടന്നുകൊണ്ടോ നമ്മൾ ഒരു വ്യക്തിയിൽ മാത്രം നമ്മുടെ എല്ലാ രീതികളിലുള്ള വികാരങ്ങളെയും കേന്ദ്രീകരിക്കാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. അവിടെ തോറ്റുപോകുന്നത് നമ്മൾ തന്നെയായിരിക്കാം. കൊടുത്ത സ്നേഹം തിരിച്ചു കിട്ടുന്നില്ല എന്ന് നമ്മൾ ആരോടാണ് പരാതിപ്പെടുന്നത്? ആ വ്യക്തി നിങ്ങൾക്ക് വാഗ്ദാനങ്ങൾ നൽകിയിട്ടുണ്ടോ? നീ എനിക്ക് ഇത്രമാത്രം സ്നേഹം തരൂ, അതിൻ്റെ 10 മടങ്ങായി ഞാൻ നിനക്ക് തിരിച്ചു തരാം, അല്ലെങ്കിൽ അതിൻ്റെ പകുതി ഞാൻ നിനക്ക് തിരിച്ചു തരാം. ഒരു വിശ്വാസമാണത്. ഞാൻ കൊടുക്കുന്ന സ്നേഹം എനിക്ക് അതേ അളവിൽ തിരിച്ചു കിട്ടുമെന്നുള്ള ഒരു വിശ്വാസമാണ്. ഇതിൽ ആദ്യം നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യം, സ്നേഹത്തിന് ഒരിക്കലും ഒരു അളവുകോൽ ഇല്ല എന്നത്. രണ്ടാമത്തെ കാര്യം, നമ്മൾക്ക് ഈ സ്നേഹം കൊടുക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് തിരിച്ചു കിട്ടണമെന്ന് ഒരിക്കലും വാശി പിടിക്കാതിരിക്കുക. കൊടുക്കുന്ന സ്നേഹത്തിൻ്റെ ആഴവും പരപ്പും ഒരിക്കലും നമ്മുടെ ജീവിതത്തിന് നെഗറ്റീവായി ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരിഗണിക്കുന്നില്ല എന്ന് തോന്നുമ്പോൾ അതിനുള്ള കാരണം കണ്ടെത്തുക. ആ കാരണത്തിൽ നമ്മളെ വേണ്ട എന്നാണ് ആ തീരുമാനമെങ്കിൽ അവിടെ നിന്ന് മൗനമായി തിരിച്ചു പോരുക എന്നതാണ് ഏറ്റവും മനോഹരമായ കാര്യം. അത് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് കൂടിയാണ്. അത് നിങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹമാണ്. മറ്റൊരാൾ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നതിനേക്കാൾ നിങ്ങൾ നിങ്ങളെ എത്രത്തോളം മനസ്സിലാക്കി എന്നതിനുള്ള ഒരു തെളിവ് കൂടിയാണത്. ഇറക്കി വിടും മുമ്പേ ഇറങ്ങിപ്പോരുക എന്നത് മാന്യമായ ഒരു കാര്യമാണ്. സ്നേഹിക്കുന്നില്ല എന്ന് പരാതിപ്പെടുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക. ഈ സ്നേഹിക്കാൻ പോകുന്ന സമയത്ത് നിങ്ങൾ ആരോടെങ്കിലും അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടില്ല, ആരോടും തീരുമാനങ്ങൾ എടുത്തിട്ടില്ല. നിങ്ങളുടെ ഇഷ്ടമായിരുന്നു ഇഷ്ടപ്പെടുക, സ്നേഹിക്കുക, വിശ്വസിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ ഈ സമയത്തും ഒരു ഉചിതമായ തീരുമാനം എടുക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. എന്താണ് കാരണം? അതിനുള്ള കാരണം കണ്ടെത്തുകയാണ് ആദ്യം വേണ്ടത്. ആ വ്യക്തിയുടെ സാഹചര്യങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ ആ സാഹചര്യങ്ങളേക്കാൾ വിലപ്പെട്ടതാണ് എൻ്റെ ജീവനും എൻ്റെ ജീവിതവുമെന്ന തിരിച്ചറിവ് ബോധവും. ആ ഇഷ്ടം കൊണ്ടും സ്നേഹം കൊണ്ടും എൻ്റെ ലൈഫിൽ എത്രമാത്രം നേട്ടങ്ങളാണ് ഞാൻ ഉണ്ടാക്കിയത്, എന്തുമാത്രം കോട്ടങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന തിരിച്ചറിവ്. ആ ബന്ധം ലൈഫിൽ എത്രത്തോളം പോസിറ്റീവായ കാര്യങ്ങൾ ഉണ്ടാക്കി, എത്രത്തോളം നെഗറ്റീവായ കാര്യങ്ങളാണ് ഉണ്ടാക്കിയത് എന്ന ഒരു അവലോകനം കൊണ്ട് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ തിരുത്തി കുറിക്കാൻ സാധിക്കുമായിരിക്കും.